ഹലോ ഫ്രണ്ട്സ്, മോഷൻ എപ്ലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ സർക്കുലാർ മോഷൻ്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു നിർത്താറുണ്ട്. സർക്കുലാർ മോഷൻ എന്താണെന്നും അതിലുള്ള ആംഗുലാർ വെലോസിറ്റിയെ പറ്റിയും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെ പറ്റിയും അതുപോലെ ആംഗുലാർ ആക്സലറേഷൻ്റെ ബേസിക് പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് ചോദിക്കുന്നതെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയായിരുന്നു. ഇനിയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. ടോപ്പിക്കിൻ്റെ പേരാണ് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി. അതിന് മുന്നേ ഈ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കണം ആക്ച്വലി എന്താണ് സർക്കുലാർ മോഷൻ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞു തന്നെയാണ്. സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് നമുക്ക് പൊസിഷൻ വെക്ടർ ഉണ്ട്, ഒരു ബോഡിയുടെ ഒരു പൊസിഷൻ വെക്ടർ ഉണ്ട്. ഇതൊരു ബോഡിയാണ്. സോ ഇത് ഒറിജിനാണ്. ഒറിജിനിൽ നിങ്ങൾ വരയ്ക്കുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ വെക്ടർ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ ആണെങ്കിൽ ബോഡി മൂവ് ചെയ്യുന്നതനുസരിച്ച് ആർക്ക് ചേഞ്ച് ഉണ്ട്, പൊസിഷൻ വെക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പൊസിഷൻ വെക്ടറിൻ്റെ റൊട്ടേഷനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ മോഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് എന്താണ് സർക്കുലാർ മോഷൻ. എന്താണ് സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ റേഡിയൽ വെക്ടർ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറിൻ്റെ റൊട്ടേഷനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ മോഷൻ. ഇനി എത്ര ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്തത്? നമ്മുടെ ഈ റേഡിയൽ വെക്ടർ എത്ര ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്തത്? ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ റേഡിയൽ വെക്ടർ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ എത്ര ആംഗിളാണ് തിരിഞ്ഞത് അതിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു, ഈ റേഡിയൽ വെക്ടർ എത്ര സ്പീഡിലാണ് കറങ്ങുന്നത്? ഇത് കറങ്ങുന്നുണ്ടല്ലേ, എത്ര സ്പീഡിലാണ് കറങ്ങുന്നത്? ആ കറക്കത്തിൻ്റെ സ്പീഡിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കുന്ന ടേംസ് ആണ് ഇതൊക്കെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലാർ വെലോസിറ്റിയും. ആ വെലോസിറ്റി ഇൻക്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ്. ആ വെലോസിറ്റി കൂടുന്നെങ്കിൽ എന്ത് പറയും? അവിടെ ആംഗുലാർ ആക്സലേഷൻ ഉണ്ട് അല്ലെങ്കിൽ ആംഗുലാർ ആക്സലേഷൻ എന്ന് പറയും. അതായത് റേഡിയൽ വെക്ടറിൻ്റെ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് കറക്കത്തിൻ്റെ സ്പീഡാണെങ്കിൽ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണ്, നമ്മൾ പറയും ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയും. സോ ഇതൊക്കെ നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി കേൾക്കാൻ പോകുന്നത് എന്താണ്? ഇവിടെ പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി പറ്റിയാണ്. സോ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം സാർ, അത് നിങ്ങൾക്കറിയാം. റേഡിയൽ വെക്ടറിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗുലാർ വെലോസിറ്റി. ഇനി എന്താണ് സാർ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി? നോക്കാം നമുക്ക് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എന്താണെന്ന്. സോ അത് മനസ്സിലാക്കാനായിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലേ? അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആക്കി തരാം. അതെ, സ്ട്രെയിറ്റ് ലൈനാണ്. ഇവിടെയാണെങ്കിൽ ഒരു ബോഡി ഉണ്ട്, ഒരു കാറുണ്ട് ശരിക്കും. ഇതൊരു കാറുണ്ട്. കാറാണെങ്കിൽ എ എന്ന പോയിന്റ് നിൽക്കുകയാണ്. കാർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കാറ് ബിയിലേക്ക് സഞ്ചരിക്കുകയാണ്. കാർ ഇപ്പോൾ എത്തി, കാറ് ബി എന്ന പോസ്റ്റിൽ എത്തി. സോ നമ്മളാണെങ്കിൽ ദൂരെ നിൽക്കുകയാണ്, നമ്മളിവിടെ നിൽക്കുകയാണ്, നമ്മൾ സി നിൽക്കുകയാണ്. നമ്മൾ ഈ കാറിനെ നോക്കുകയാണ്. നമ്മൾ കാറിനെ നോക്കി, കാർ ഇവിടെയാണ്. കാർ ഇവിടെ സഞ്ചരിച്ച് ഇങ്ങോട്ട് പോവുകയല്ലേ? അപ്പോൾ കാർ ഇവിടെ സഞ്ചരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ തല ഇങ്ങനെ തിരിക്കണം. ശരിയല്ലേ? നമ്മുടെ തല എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ തിരിക്കത്തില്ലേ? സോ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തല ഇങ്ങനെ തിരിക്കും. അവിടെയാണെങ്കിൽ ആര് റൊട്ടേറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും സാർ ഇത് പൊസിഷൻ വെക്ടറാണ്, ഒബ്സർവറാണ് ഞാൻ. എവിടെയാണോ ഒബ്സർവർ അതാണ് ഒറിജിൻ. നമ്മൾ പറഞ്ഞു എവിടെയാണോ ഒബ്സർവർ, നമ്മൾ റിലേറ്റീവ് മോഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ഒബ്സർവർ എവിടെയാണോ നിൽക്കുന്നത് അതെന്താണ്? ഒറിജിനാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഒറിജിൻ എന്ന് പറയുന്നത്? ഞാൻ ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഞാനാണ് ഒബ്സർവർ. അത് എൻ്റെ പോയിൻ്റാണ്, പോയിന്റ് സി ആണ് ഒറിജിൻ എന്ന് പറയുന്നത്. സോ ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന ഈ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. സോ ഈ വെക്ടറാണ് R1 എന്ന പൊസിഷൻ വെക്ടർ. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തു, R2 ആയിട്ട് മാറി. സോ പൊസിഷൻ വെക്ടർ എന്ത് ചെയ്തു കുഞ്ഞുങ്ങളെ? റൊട്ടേറ്റ് ചെയ്തു. ഇത് സർക്കുലാർ മോഷൻ അല്ലേ? സോ എനിക്ക് ഇവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? സർക്കുലാർ മോഷൻ എക്സ്പീരിയൻസ് ചെയ്യും. ഞാൻ എന്ത് ചെയ്യും? തല ഇങ്ങനെ തിരിക്കും. മനസ്സിലായില്ല? ആ ഫീൽ കിട്ടിയോ? ബോഡി ഇങ്ങനെ പോവുകയാണ്, റോഡിൽ കൂടെ വണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ തല ഇങ്ങനെ തിരിക്കും. അപ്പോൾ എന്താണ്? അവിടെയാണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ്? എനിക്ക് അനുഭവപ്പെടുന്നത് എന്താണ്? ഒരു സർക്കുലാർ മോഷൻ അനുഭവപ്പെടും. ഈ കാര്യം മനസ്സിലായോ? ഒരു ബോഡി ആണെങ്കിൽ ഇങ്ങനെ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ സെൻറ്റർ നിൽക്കുകയാണ്. അപ്പോൾ ബോഡിയെ നോക്കണം, എന്ത് ചെയ്യണം? ഞാനിങ്ങനെ വട്ടം കറങ്ങണം. ശരിയല്ലേ? അവിടെ എൻ്റെ തല ഇങ്ങനെ തിരിക്കണം. അപ്പോൾ അവിടെ ഞാൻ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? സർക്കുലാർ മോഷൻ എക്സ്പീരിയൻസ് ചെയ്യും. അതേ എഫക്റ്റ് അല്ലേ ഇവിടെയും ഞാൻ സർക്കുലാർ മോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. സോ ലീനിയർ മോഷനിലും എന്തുണ്ട്? സർക്കുലാർ മോഷൻ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആര് കറങ്ങുന്നുണ്ട്? ഈ റേഡിയൽ വെക്ടർ എന്ന് പറയണ്ട, അതിന് പകരം പറയാം പൊസിഷൻ വെക്ടർ എന്ന് പറയാം. സോ പൊസിഷൻ വെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പൊസിഷൻ വെക്ടർ കറങ്ങുന്നെങ്കിൽ അതിന് സ്പീഡുണ്ട്. കറങ്ങുന്നതിൻ്റെ സ്പീഡിനെ വിളിക്കുന്ന പേരെന്താണ്? ആംഗുലാർ വെലോസിറ്റി.
അവിടെ പൊസിഷൻ വെക്ടർ കറങ്ങുന്നെങ്കിൽ നമ്മൾ പറയും ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. പക്ഷേ ഇത് എന്ത് ആംഗുലാർ വെലോസിറ്റി ആണ് കുഞ്ഞുങ്ങളെ? ഈ ആംഗുലാർ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി. ആര് റെസ്പെക്ട് വെച്ച് നോക്കുന്നത്? ആ സിയുടെ കാഴ്ചപ്പാടിൽ കണ്ടോ, ഇവന്റെ കാഴ്ചപ്പാടിൽ ആര് കറങ്ങുന്നുണ്ട്? ഈ കാറിന്റെ മോഷനെ നമുക്ക് കറക്കമായിട്ട് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ തല ഇങ്ങനെ തിരിക്കുന്നുണ്ട് അല്ലേ? സോ ഇവന്റെ കാഴ്ചപ്പാടുള്ള വെലോസിറ്റിയാണ്, അതാണ് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി. ആക്ച്വലി ഇവിടെ സർക്കുലർ മോഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആക്ച്വലി ഇവിടെ സർക്കുലർ മോഷൻ ഇല്ല, പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ത്? സർക്കുലർ മോഷനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും ഇതാണ് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി. ഈ സർക്കുലർ മോഷനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് റിലേറ്റീവ് എഫക്റ്റ്. സോ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കാൻ പോണത് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതിൽ പ്രോബ്ലംസ് എങ്ങനെയാണ് ചോദിക്കുന്നത്. സോ ഈ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് ഇനി വരുന്ന ചാപ്റ്റേഴ്സിലും വരുന്നുണ്ട്, വർക്ക് എനർജി പവറിൽ വരുന്നുണ്ട്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനിൽ വരുന്നുണ്ട്. അവിടെയൊക്കെ വിശദമായിട്ട് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. സോ ബേസിക് കോൺസെപ്റ്റ് ഇവിടെയാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് നമ്മുടെ വർക്ക് എനർജി പവറിലും അതുപോലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനിലൊക്കെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കുന്നുണ്ട്. സോ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ബേസ് കാര്യം വളരെ അടിസ്ഥാനം അറിഞ്ഞിരിക്കണം. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടിസ്ഥാനവും അതുമായി ബന്ധപ്പെട്ടുള്ള നീറ്റ് എക്സാമിനേഷനും അതുപോലെ എയിംസ് എക്സാമിനേഷനും മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ എൻഡ് ചെയ്ത് നമ്മൾ എന്താ ചർച്ച ചെയ്യാൻ പോകുന്നത്? റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി പറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് പഠിക്കാം റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി. റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി. സോ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ നമുക്ക് ഒരു ബോഡി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുകയാണ്, എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണല്ലേ, മോഷൻ ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷേ ഒബ്സർവർ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ ഒബ്സർവറിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ആംഗുലാർ വെലോസിറ്റി എക്സ്പീരിയൻസ് ചെയ്യും. മനസ്സിലായോ? അയാളെ തല ഇങ്ങനെ തിരിക്കേണ്ടി വരും. അപ്പോൾ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി. നമ്മൾ കേട്ടതാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റിയുടെ ആ ഫീൽ കിട്ടിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ തല തിരിച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു റോക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ്. സോ നമ്മളാണെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ ലെവലാണ്, റോക്കറ്റ് മുകളിലോട്ട് പോയി. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ തല ഇങ്ങനെ തിരിക്കണം. റോക്കറ്റിനെ കാണാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെന്താണ്? അത് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റിയാണ്. ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൻ്റെ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ഇനിയാണെങ്കിൽ എല്ലാ സ്ട്രെയിറ്റ് ലൈൻ മോഷനിലും ഇതുപോലെ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഉണ്ടാകുമോ? നമുക്ക് നോക്കാം. എല്ലാ സ്ട്രെയിറ്റ് ലൈൻ മോഷനിലും ഇതുപോലെ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഉണ്ടാകും നോക്കാം. ഫോർ എക്സാമ്പിൾ, വീണ്ടും നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ എടുത്തു. നമ്മുടെ കാറ് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഈ കാറാണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കുകയാണ്. സോ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ സി എന്ന പോയിന്റിൽ നിൽക്കുകയാണ്. ഇതാണ് സി എന്ന പോയിന്റ്. ഞാൻ നോക്കുകയാണ് കാറിനെ. കാറ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കാറിനെ കാണണമെങ്കിൽ, എയിൽ നിന്ന് ബിയിലേക്ക് പോയ കാറിനെ നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ എൻ്റെ തല തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെയാണെങ്കിൽ വേണ്ട. എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കാർ ഇവിടെ നിങ്ങൾ സഞ്ചരിക്കാൻ എനിക്ക് കാണാൻ പറ്റും. എനിക്ക് തല തിരിക്കേണ്ട ആവശ്യമുണ്ടോ? സോ ഇവിടെയാണെങ്കിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല? അതേ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒബ്സർവർ അതേ സ്ട്രെയിറ്റ് ലൈനാണ്, ബോർഡ് സഞ്ചരിക്കുന്ന അതേ സ്ട്രെയിറ്റ് ലൈനാണ് ഒബ്സർവർ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എക്സ്പീരിയൻസ് ചെയ്തില്ല. നമ്മൾ തല തിരിക്കേണ്ടി വരത്തില്ല. ഓക്കെ ആണോ? ഇവിടെ നിന്നാലോ, എൻ്റെ കൂട്ടുകാരൻ ഇവിടെ നിൽക്കുകയാണ്, അവൻ ഡി എന്ന പോയിന്റ് നിൽക്കുകയാണ്. സോ അവനും എവിടെ തന്നെയാണ്? അതേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ നിൽക്കുകയാണ്. സോ അവനും എന്ത് എക്സ്പീരിയൻസ് ചെയ്തില്ല? അവനും ആ കാറിനെ കാണണമെങ്കിൽ അവൻ്റെ തല തിരിക്കേണ്ടി വരത്തില്ല. അതായത് അവനും എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല? റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല അവിടെ. പക്ഷേ ഇ എന്ന പോയിന്റിലാണെങ്കിലോ, ഇവിടെയാണെങ്കിലോ, ഇവിടെയാണെങ്കിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതെന്താണ് കാരണം? അതിന് കാരണം നോക്ക്, കാറിൻ്റെ വെലോസിറ്റി ഇങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും ആണ് സർ, കാറിൻ്റെ വെലോസിറ്റി ഇങ്ങനെയാണ്. ഇവിടെയാണെങ്കിൽ പൊസിഷൻ വെക്ടർ ഇങ്ങനെയല്ലേ? നമ്മൾ സി എന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ സി എന്ന പോയിന്റ് മാത്രമാണ് പരിഗണിക്കുന്നതെങ്കിൽ ഇവിടെ പൊസിഷൻ വെക്ടറും ഇങ്ങനെയല്ലേ? കണ്ടോ? സി എന്ന പോയിന്റ് മാത്രം പരിഗണിക്കാൻ പോവുകയാണ്. ഇതിനൊക്കെ മറന്നു കളഞ്ഞേക്ക് സി എന്ന പോയിന്റ് നോക്കാൻ പോവാണ്. സോ സി എന്ന പോയിന്റിലെ പൊസിഷൻ വെക്ടർ ഇങ്ങനെയല്ലേ ആക്ട് ചെയ്യണത്? ആണ്. ഒറിജിനിൽ നിന്നും ബോഡിയിലേക്ക് പൊസിഷൻ വെക്ടർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. സോ പൊസിഷൻ വെക്ടറിനെ ഞാൻ ആർ എന്ന് വിളിച്ചു. സോ ഇവിടെ വിയും ആറും വെലോസിറ്റിയും പൊസിഷൻ വെക്ടർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? നിങ്ങൾ പറയും 0 ഡിഗ്രി ആണ് സർ. കാര്യം വെലോസിറ്റി ഇങ്ങോട്ടാണ്, അതിൻ്റെ അതേ ഡയറക്ഷനിലാണ് പൊസിഷൻ വെക്ടർ ആക്ട് ചെയ്യണത്. സോ ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? നിങ്ങൾ പറയും സർ ആംഗിൾ 0 ആണ്.
അപ്പോൾ ആംഗിൾ 0 ആണെങ്കിലോ, ആംഗിൾ ഇവിടെയാണെങ്കിലോ ഡിയിൽ നിൽക്കുകയാണ്, എൻ്റെ കൂട്ടുകാരൻ ഡിയിൽ നിൽക്കുകയാണ്, അവനാണെങ്കിൽ ഈ കാറിനെ നോക്കുകയാണ്. അങ്ങനെ കാറിനെ നോക്കുമ്പോൾ അവൻ പറയും എൻ്റെ പൊസിഷൻ വെക്ടർ ഇതാണ്, കാറിൻ്റെ പൊസിഷൻ വെക്ടർ ഇതാണ്. ഒറിജിനിൽ നിന്നും ബോഡിയിലേക്ക് ഉണ്ടോ പൊസിഷൻ വെക്ടർ ഈ ഡയറക്ഷനിലാണ്. സോ അതാണ് ആർ എന്ന് പറയുന്നത്. സോ ഇവിടെയാണെങ്കിൽ വെലോസിറ്റിയും പൊസിഷൻ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. നോക്ക്, ഒരു വെക്ടർ അങ്ങോട്ട് മറ്റേ വെക്ടർ ഇങ്ങോട്ട്, ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ എപ്പോഴെങ്കിലും വിയും ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, വി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി വെക്ടർ. ആർ എന്താണ്? പൊസിഷൻ വെക്ടർ. സോ വെലോസിറ്റി വെക്ടറും പൊസിഷൻ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല? റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? ഇതിന്റെ ഫീൽ കിട്ടിയോ? അതായത് ബോഡി സഞ്ചരിക്കുന്നതിന് അതേ ലൈനിലാണ് ആര് നിൽക്കുന്നത്? ഒബ്സർവർ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ആ ഒബ്സർവറിന്റെ തല തിരിക്കേണ്ടി വരത്തില്ല. ബോഡിയെ കാണാൻ ആ ഒബ്സർവറിന്റെ തല തിരിക്കേണ്ടി വരത്തില്ല. പക്ഷേ ഇവിടെയാണെങ്കിലോ, ഇങ്ങനെയാണെങ്കിലോ ബോഡി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, കാർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. സോ വെലോസിറ്റി ഇങ്ങോട്ടാണ്, ഒബ്സർവർ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഒബ്സർവർ എന്ത് ചെയ്യും? ആ നമ്മളെ കാറിനെ നോക്കുകയാണ്. ഇതാണ് റേഡിയൽ വെക്ടർ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ. സോ പൊസിഷൻ വെക്ടറും അതുപോലെ ആര് തമ്മിൽ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്? നമ്മുടെ വെലോസിറ്റി വെക്ടറുമായിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതല്ല ആംഗിൾ, ശ്രദ്ധിക്കണം. ഇതാണോ ആംഗിൾ? അല്ല, ഇതല്ല ആംഗിൾ. ആംഗിൾ ഏതാണ്? ആംഗിൾ ടെയിലും കൂടി ചേർന്നതാണ്. സോ ഇതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യണം. കണ്ടോ, ഇതിനെ ഇങ്ങോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. സോ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആർ ഇതാണ്, ആർ ഇങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്, വെലോസിറ്റി ഇങ്ങോട്ടാണ്. സോ ഇതാണ് ആംഗിൾ. സോ വെലോസിറ്റിയും പൊസിഷൻ വെക്ടറും തമ്മിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിൾ 0 ഡിഗ്രി ആണോ? അല്ല. 180 ആണോ? അല്ല. അങ്ങനെയെങ്കിൽ ആ കേസിൽ എന്ത് തോന്നും? നമുക്ക് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എക്സ്പീരിയൻസ് ചെയ്യും. നമ്മുടെ തല തിരിക്കേണ്ടി വരും ആ കാറിനെ കാണാൻ. ഈ കാര്യം മനസ്സിലായോ? സോ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? പറഞ്ഞേ, എപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നിങ്ങൾ പറയും സാർ ഇത് ഞങ്ങൾക്കറിയാം, റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വെലോസിറ്റി വെക്ടറും പൊസിഷൻ വെക്ടറും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കണം. ആംഗിൾ എന്താവാൻ പാടില്ല? 0 ഡിഗ്രിയോ 180 ഡിഗ്രിയോ ആകുവാൻ പാടില്ല. മറ്റേതെങ്കിലും ഒരു ആംഗിൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും? ഒബ്സർവറിനാണെങ്കിൽ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തല തിരിക്കേണ്ടി വരും ആ ബോഡിയെ കാണുവാൻ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. ഓക്കെ, ഈ കാര്യം മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റിയുടെ കൂടുതൽ കാര്യം നോക്കാം. എങ്ങനെയാണ് റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് എപ്പോഴാണ് ഉണ്ടാവുന്ന മനസ്സിലായി. നമ്മൾ സമ്മതിച്ചു, നമ്മുടെ തല തിരിക്കേണ്ടി വരും അല്ലേ? റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ തല തിരിക്കേണ്ടി വരും. സോ ആ ആംഗുലാർ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. സോ ഇവിടെയാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. ഇനിയാണെങ്കിൽ ബോഡി മൂവ് ചെയ്യാൻ പോകുകയാണ്. നമ്മുടെ കാറാണ്, അത് കാർ ഇവിടെ നിൽക്കുകയാണ്. ഉണ്ടോ, ഒരു കുഞ്ഞി കാറ് എ എന്ന പോയിന്റ് നിൽക്കുകയാണ്. അത് സഞ്ചരിച്ച് അതാണെങ്കിൽ എവിടെ എത്തി? അതാണ്ട് ഈ പോയിന്റിലെത്തി. ഏത് പോയിന്റാ? പോയിന്റ് ബിയിലെത്തി. അതിന് വെലോസിറ്റി ഉണ്ടായിരുന്നു, അതിന് ഇങ്ങോട്ട് വെലോസിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ വെലോസിറ്റി വി എന്ന വെലോസിറ്റിയിൽ അതിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇനി നമ്മളിവിടെ നിൽക്കുകയാണ്, നമ്മൾ സി എന്ന പോയിന്റ് നിൽക്കുകയാണ്. കണ്ടോ, ഇവിടെ നമ്മൾ നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ ആരെ നോക്കുകയാണ്? കാറിനെ നോക്കുകയാണ്. സോ നമ്മൾ ഇങ്ങനെ കാറിനെ നോക്കും. കണ്ടോ, നമ്മുടെ കാർ ഇങ്ങനെ കണ്ടു. ഇതാണ് നമ്മുടെ കാർ. നമ്മൾ നോക്കി ഇങ്ങനെ. കുഞ്ഞുങ്ങളെ, ഈ വെക്ടറിനെ വിളിക്കുന്ന പേരെന്താണ്? നിങ്ങൾ പറയും സാർ പൊസിഷൻ വെക്ടറാണ്. ഇത് നമ്മുടെ ഒറിജിനാണ്, ഇത് ഒബ്സർവറാണ്. സോ ഒബ്സർവറാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിനിൽ നിന്നും നമ്മൾ ഒബ്സർവർ ആരെ നോക്കും? കാറിനെ നോക്കും. സോ ഇതെന്താണ്? പൊസിഷൻ വെക്ടറാണ്. R1 വിചാരിച്ചു. R1 എന്ന പൊസിഷൻ വെക്ടറാണ്. ഇനി കാറ് മൂവ് ചെയ്യുമ്പോൾ ആര് തിരിയും? ഈ പൊസിഷൻ വെക്ടർ തിരിഞ്ഞ് ഇങ്ങോട്ട് മാറും. സോ ഇവിടെയാണെങ്കിൽ കാർ ഇവിടെ എത്തിയപ്പോൾ പൊസിഷൻ വെക്ടർ ഇങ്ങനെ തല തിരിഞ്ഞായിരുന്നു. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? പൊസിഷൻ വെക്ടർ എന്ത് ചെയ്ത്? ഇത്രയും ആംഗിൾ കവർ ചെയ്തു. ഇനിയാണെങ്കിൽ നമുക്കിവിടുത്തെ വെലോസിറ്റി നോക്കിക്കഴിഞ്ഞാൽ വെലോസിറ്റി ഇങ്ങോട്ടാണ്. ഞാൻ വെലോസിറ്റി വരച്ച് കാണിക്കാം. വെലോസിറ്റി എങ്ങോട്ടാണ്? കാറിൻ്റെ വെലോസിറ്റി എങ്ങോട്ടായിരുന്നു? കാറിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടായിരുന്നു. ഇതാണ് വി എന്ന വെലോസിറ്റി.
കാറിൻ്റെ വെലോസിറ്റി, ശരിയല്ലേ? കാറിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. ആംഗിൾ ഏതാണ് ഉണ്ടാക്കിയത്? ഈ ആറും അതുപോലെ വി നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാണോ? ഞാൻ പറഞ്ഞു ഇതാണോ ആംഗിൾ? ഹെഡും ടെയിലും, ഈ വെക്ടറിൻ്റെ ഹെഡും മറ്റേ വെക്ടറിൻ്റെ ടെയിലും കൂടി ചേരുമ്പോഴാണോ ആംഗിൾ ഉണ്ടാവണത്? അല്ല. നിങ്ങൾ പറയും സർ ഇതൊക്കെ നമ്മൾ വെക്ടറിൽ പഠിച്ചതാണ്, ആംഗിൾ ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ഹെഡും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ, അല്ലെങ്കിൽ ടെയിലും ടെയിലിനിടയിലുള്ള ആംഗിൾ. സോ ഈ വെക്ടറെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. കണ്ടോ? ആർ എന്ന വെക്ടറിനെ ഞാൻ എക്സ്റ്റെൻഡ് അങ്ങോട്ട് ചെയ്തു. ഇതാണ് ആർ എന്ന വെക്ടർ, R2 എന്ന് വിചാരിച്ചു, R2 എന്ന വെക്ടർ. ഈ വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഇതാണ് തീറ്റ. മനസ്സിലായോ? സോ ആംഗിൾ അതാണ്, തീറ്റ ഇതാണ്. സോ എനിക്ക് മനസ്സിലായി ഇവിടെ ആരും തമ്മിലുള്ള ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. പൊസിഷൻ വെക്ടറും വെലോസിറ്റിയും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പൊസിഷൻ വെക്ടറിനെയും അല്ലെങ്കിൽ വേണ്ട ഈ വെലോസിറ്റിയെ ഞാൻ 2 കമ്പോണൻസ് ആയിട്ട് മുറിക്കാൻ പോവുകയാണ്. സോ വെലോസിറ്റിയെ 2 കമ്പോണൻസ് ആയിട്ട് മുറിക്കാൻ പോവുകയാണ്. നോക്കിയിരുന്നോണം എങ്ങനെയാണ് മുറിക്കുന്നതെന്ന്. കണ്ടോ? 1, 2 കമ്പോണൻസ് ആയിട്ട് ആരെ മുറിച്ചു കുഞ്ഞുങ്ങളെ? ഞാൻ ഈ വെലോസിറ്റി വെക്ടറിനെ മുറിച്ചു. സോ വി എന്ത് ചെയ്ത്? വി 2 കമ്പോണൻസ് ആയിട്ട് മുറിഞ്ഞു. സോ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. മനസ്സിലായോ? ഞാൻ വിയെ 2 കമ്പോണൻസ് ആയിട്ട് മുറിച്ചു. അങ്ങനെയെങ്കിൽ ഈ കമ്പോണന്റ് എന്താണ്? ഈ കമ്പോണന്റ് തീറ്റയ്ക്ക് അടുത്തിരിക്കുന്ന കമ്പോണന്റ് നിങ്ങൾ പറയും സർ അത് വി കോസ് തീറ്റയാണെന്ന് പറയും. തീറ്റയ്ക്ക് അപ്പുറത്തിരിക്കുന്ന കമ്പോണന്റ് എന്താണ്? ഇത് വി സൈൻ തീറ്റയാണെന്ന് പറയും. കേട്ടോ? അപ്പോൾ ഒരു കമ്പോണന്റ് വി കോസ് തീറ്റ, മറ്റേ കമ്പോണന്റ് വി സൈൻ തീറ്റ. കുഞ്ഞുങ്ങളെ ഈ വി സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ അല്ലേ? അല്ലേ? ആണ്. വി സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്, റേഡിയൽ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ ഈ വി കോസ് തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയൽ വെക്ടറിന് പാരലൽ ആണ്. അതേ ലൈനിലല്ലേ ഈ വി കോസ് തീറ്റ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ വി കോസ് തീറ്റയെ വിളിക്കുന്ന പേരാണ് വി പാരലൽ. കണ്ടോ? ഈ വി സൈൻ തീറ്റയെ വിളിക്കുന്ന പേരാണ് വി പെർപെൻഡിക്കുലർ. മനസ്സിലാവുണ്ടോ? സോ നമുക്ക് 2 കമ്പോണൻസ് കിട്ടി. നമുക്ക് 2 കമ്പോണൻസ് കിട്ടി. വെലോസിറ്റി വെക്ടറിനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഏതൊക്കെയാണ്? വി കോസ് തീറ്റയും വി സൈൻ തീറ്റയും. ഇത്രയും കാര്യം മനസ്സിലായോ? സോ നമുക്ക് മനസ്സിലായി വെലോസിറ്റി വെക്ടറിനെ നമ്മൾ 2ആയിട്ട് മുറിച്ചപ്പോൾ ഒരു വെക്ടർ നമ്മുടെ റേഡിയൽ വെക്ടറുമായിട്ട് പാരലൽ ആയിരുന്നു, മറ്റേ വെക്ടർ റേഡിയൽ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരുന്നു. സോ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്ത വെക്ടറാണ് നമ്മുടെ തല തിരിച്ചത്. നോക്ക്, ഈ വെലോസിറ്റി കാരണമാണ് നമ്മുടെ തല തിരിഞ്ഞത്. ഈ വെലോസിറ്റിയാണ് നമ്മുടെ തല തിരിച്ചത്. കാറിൻ്റെ മോഷനായിരുന്നു തല തിരിച്ചത്. സമ്മതിച്ചോ? കാറ് മൂവ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ തല ഇങ്ങനെ തിരിഞ്ഞത്. ഈ കാര്യം സമ്മതിച്ചോ? സമ്മതിച്ചു. ഇനിയാണെങ്കിൽ ഇവിടെ കാറെത്തി, കാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയ ആ വെലോസിറ്റിയെ ഞാൻ 2ആയിട്ട് അങ്ങ് മുറിച്ചു മാറ്റി. അപ്പോൾ ആ വെലോസിറ്റിക്കകത്ത് ആരുണ്ട്? 2 കുഞ്ഞുങ്ങളുണ്ട്. ഏതൊക്കെയാ? വി സൈൻ തീറ്റയും വി കോസ് തീറ്റയും. 2 കുഞ്ഞുങ്ങളുണ്ട് ആ വെലോസിറ്റിക്ക്. സോ വെലോസിറ്റി മുറിഞ്ഞു മാറി. പിന്നെ വി ഉണ്ടോ? ഇല്ല. അതിന് പകരം ആരുണ്ട്? വി സൈൻ തീറ്റയും ഉണ്ട്, വി കോസ് തീറ്റയും ഉണ്ട്. ഈ വി കോസ് തീറ്റ ഒരിക്കലും നമ്മൾ തലതിരിക്കത്തില്ല. നമുക്ക് റേഡിയൽ വെക്ടർ അതിൻ്റെ അതേ ഡയറക്ഷനിലാണ് വെലോസിറ്റി. തലതിരിക്കുമോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, നമ്മുടെ ആ ബോഡി സഞ്ചരിക്കുന്ന വെലോസിറ്റിയും അതുപോലെ റേഡിയൽ വെക്ടറും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ തലതിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇവിടെ ആര് നമ്മളെ തല തിരിക്കത്തില്ല? വി കോസ് തീറ്റ അല്ല തല തിരിച്ചത്. നമ്മളെ തല ഇങ്ങോട്ട് തിരിച്ചത് ആരാണ്? ഇവനാണ്, വി സൈൻ തീറ്റയാണ്. സോ റിലേറ്റീവ് വെലോസിറ്റി കാരണം ആരാണ്? റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി കാരണം വി സൈൻ തീറ്റയാണ്. മനസ്സിലായോ? ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? സോ എന്താ പറഞ്ഞത്? വെലോസിറ്റിയെ നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നമുക്ക് കിട്ടിയ വി കോസ് തീറ്റ, മറ്റേ കമ്പോണൻ്റാണ് വി സൈൻ തീറ്റ. നമ്മുടെ തലയെ തിരിച്ചത് ആരാ കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും സാർ അത് വി സൈൻ തീറ്റയാണ്, അവനാണ് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. ഓക്കെ ആണോ? പക്ഷേ പഠിക്കാൻ നേരത്ത് നിങ്ങൾ ഒരിക്കലും വി സൈൻ തീറ്റ എന്ന് മാത്രം പഠിക്കരുത്. കാര്യം ആംഗിൾ ഇത് തന്നതുകൊണ്ടാണ്, ഈ തീറ്റ ഇത് തന്നതുകൊണ്ടാണ് ഇത് വി കോസ് തീറ്റയും ഈ വി സൈൻ തീറ്റ ആയത്. മനസ്സിലാവുണ്ടോ? ആംഗിൾ ഇതായിരുന്നെങ്കിൽ ഇത് കോസ് കമ്പോണൻ്റ് ആയിരുന്നേനെ, ഇത് സൈൻ കമ്പോണൻ്റ് ആയിരുന്നേ. അപ്പോൾ ആ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന ഭാഗം കാണാൻ പഠിച്ച് വെക്കരുത്. ഇങ്ങനെ പഠിച്ച് വെക്ക്. വെലോസിറ്റിക്ക് 2 കമ്പോണൻ്റ് ഉണ്ട്. ഒരു കമ്പോണൻ്റ് പാരലൽ കമ്പോണൻ്റ്, മറ്റേ കമ്പോണൻ്റ് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പേരിട്ടത്. പാരലൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയൽ വെക്ടറിന് പാരലൽ ആണ്. പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആ റേഡിയൽ വെക്ടർ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയ കമ്പോണൻ്റ് ആണ് നമ്മുടെ തലയെ തിരിച്ചത്. അതായത് അതാണ് ആർക്ക് റെസ്പോൺസിബിൾ? റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റിക്ക് റെസ്പോൺസിബിൾ. മനസ്സിലായോ? സോ ഇത്രയും കാര്യം മനസ്സിലായി. നമുക്ക് മനസ്സിലായി ഇവനാണ് ആർക്ക് കാരണം? തലതിരിക്കാൻ കാരണം. കുഞ്ഞുങ്ങളെ, സാധാരണ സർക്കുലാർ മോഷൻ നമ്മൾ പഠിച്ച സാധാരണ നോർമൽ സർക്കുലാർ മോഷനിൽ വെലോസിറ്റി, ഇത് വെലോസിറ്റി സർക്കുലർ മോഷൻ ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി, റേഡിയൽ വെക്ടർ, അവയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ. പഠിച്ചല്ലേ? ഇത് പഠിച്ചല്ലേ ഇക്വേഷൻ? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? വി വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ആർ എന്ന് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒമേഗ എന്തുമായിരിക്കും? വി ഡിവൈഡ് ബൈ ആർ ആയിരിക്കും. സോ സാധാരണ സർക്കുലർ മോഷനിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. കാരണം എന്താണ്? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? വിയും ആറും എങ്ങനെയായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ വിയും ആറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? ഈ വിയും ആറും പെർപെൻഡിക്കുലർ ആണോ? അല്ല, ഉപയോഗിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ ഉപയോഗിക്കാം. നോക്ക്, ഇവിടെ ഉപയോഗിച്ചൂടെ? വിയും വെക്ടറും അതുപോലെ ആർ വെക്ടറും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. സോ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഈ പോയിന്റിലെ, ഈ ഇൻസ്റ്റന്റിലെ കാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി എത്രയാണ്? സോ ആംഗുലാർ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ പറയും വി പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ ആർ. പൊസിഷൻ വെക്ടർ എത്രയാണോ ആ പൊസിഷൻ വെക്ടർ. സോ ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്? റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഇക്വേഷൻ ആണ് വി പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ പൊസിഷൻ വെക്ടർ. മനസ്സിലായോ? സോ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ആര് മാറുന്നതനുസരിച്ച്, പൊസിഷൻ വെക്ടർ മാറുന്നതനുസരിച്ച് ആര് മാറിക്കൊണ്ടിരിക്കും? ആ ഒമേഗയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ആറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആർക്ക് മാറ്റം ഉണ്ടാകും? ഒമേഗ ചേഞ്ച് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഈ കാര്യം പറയാൻ പോവുകയാണ്. ഈ ഒമേഗ എന്താണ്? നിങ്ങളെ തല തിരിച്ച സ്പീഡാണ്. നിങ്ങളെ തല ഇങ്ങനെ തിരിച്ചില്ലേ? ആ കറങ്ങിയ സ്പീഡാണ് ഒമേഗ എന്ന് പറയുന്നത്, ആംഗുലാർ സ്പീഡ്. ഇതെന്താണ്? ബോഡിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ബോഡിയിലേക്കുള്ള അകലമാണ് എന്ത്? ഈ ആർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? വി എന്ന് പറഞ്ഞാൽ എൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ്. വെലോസിറ്റിയുടെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ് ഈ സാധനം എന്ന് പറയുന്നത്, വി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോവുകയാണ് ആക്ച്വലി എന്താണ് ഈ ഇക്വേഷൻ മീൻ ചെയ്യുന്നത്, അതിൻ്റെ ഫീൽ എന്താണ്. നിങ്ങൾ ബസ്സിൽ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബസ് വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ ബസ്സിൽ പോവുകയാണ്. നിങ്ങളിവിടെ ഇരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ അടുത്ത് ഒരു മരമുണ്ട്. അങ്ങ് ദൂരെയാണെങ്കിൽ ഒരു കുന്നുണ്ട്, അവിടെ ഒരു മരമുണ്ട്. കണ്ടോ? അടുത്തൊരു മരമുണ്ട്, ദൂരെ ഒരു കുന്നുണ്ട്, അവിടെ ഒരു മരമുണ്ട്. നിങ്ങൾ രണ്ട് മരത്തിനെയും കണ്ടു. ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ മരത്തിന് നോക്കാൻ പോവുകയാണ്. ഈ മരത്തിന് നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കേണ്ടി വരും. കണ്ടോ? നിങ്ങൾ സ്പീഡ് നോക്കേണ്ടി വരും. കാര്യം മരം അങ്ങ് പെട്ടെന്ന് മാഞ്ഞു പോകും. അപ്പോൾ ഈ മരത്തിലെ പ്രശ്നം എന്താണ്? ഇവിടെയാണെങ്കിൽ പൊസിഷൻ വെക്ടർ ആറിൻ്റെ വാല്യൂ ചെറുതാണ്. സോ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ആര് കോൺസ്റ്റന്റ് ആണ്? വി പെർപെൻഡിക്കുലർ മാറുന്നു വിചാരിച്ചോ? വി പെർപെൻഡിക്കുലർ അത് മാറിയിട്ടില്ല. ഇനി ആരുണ്ട്? ആറുണ്ട്. ആറിൻ്റെ വാല്യൂ കുറഞ്ഞു പോയില്ലേ ഇവിടെ? അതുകൊണ്ടാണെങ്കിൽ നിങ്ങളെ കണ്ണിൽ പെട്ടെന്നാണെങ്കിൽ ആര് മാഞ്ഞു പോകും? ഈ മരം മാഞ്ഞു പോകും. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ആക്കേണ്ടി വരും. ആ മരം അങ്ങ് പോയി. കണ്ടോ? അവിടെ നിങ്ങൾ കഴുത്താണെങ്കിൽ പെട്ടെന്ന് തിരിക്കേണ്ടി വരും. ഇവിടെ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതേ ബസ് ഇതേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കുന്നിലുള്ള മരത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ പോകും. കണ്ടോ? ആ മരത്തിൻ്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? വളരെ പതുക്കെ ആയിരിക്കും നിങ്ങൾ തലയിരിക്കുന്നത്. ആണോ? ആ മരത്തിനെ നിങ്ങൾ വളരെ പതുക്കെ ആയിരിക്കും തലയിരിച്ച് നോക്കുന്നത്. കാരണം എന്താണ്? അതിന് കാരണം ഈ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ആറിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. ആറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഒമേഗയുടെ വാല്യൂ എന്തായിരിക്കും? കറക്കത്തിൻ്റെ സ്പീഡ്, നിങ്ങളുടെ തലയുടെ കറക്കത്തിൻ്റെ സ്പീഡ്, റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? അവിടെ കുറവായിരിക്കും. സോ ഫീൽ കിട്ടിയോ? ഇക്വേഷൻ ഫീൽ കിട്ടിയോ? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ ആർ. ഇതാണ് ആരുടെ ഇക്വേഷൻ? ആർ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റിയുടെ ഫീൽ കിട്ടിക്കഴിഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ മനസ്സിലായി. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് ലോജിക്കലായിട്ട് ആലോചിച്ച് വേണം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഓക്കെ,
അങ്ങനെയെങ്കിൽ നമുക്ക് റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻ പാർട്ടിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പാർട്സ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. സോ ഫൈൻഡ് ദി റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കണം, എല്ലാ ക്വസ്റ്റ്യനും ചെയ്യേണ്ടത് ഒരു പാറ്റേണിലാണ്. റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന എല്ലാം ഒരു പാറ്റേണിലാണ്, സെയിം പാറ്റേണിലാണ്. സോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കുക. ഏറ്റവും എളുപ്പത്തിൽ കണക്ക് ചെയ്യാവുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ പല രീതിയിലും ചെയ്യാം, ഏറ്റവും എളുപ്പ മെത്തേഡാണിത്. അപ്പോൾ ആ മെത്തേഡ് മനസ്സിലാക്കുക. അതിനുശേഷം ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്ത് നോക്കാം. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. സോ ബി എന്ന പോയിന്റിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എയിലൊരു ബോഡി നിൽപ്പുണ്ട്, ഒരു കാർ നിൽപ്പുണ്ട്. ആ കാർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ദ വെലോസിറ്റി ഓഫ് എ ആണ്. സോ ഞാൻ എത്ര സ്പീഡിലാണ് തല തിരിച്ചെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗുലാർ വെലോസിറ്റി, റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബി ആണ് ഒബ്സർവർ, ഞാനാണ് ഒബ്സർവർ. ഞാൻ എ നോക്കുകയാണ്. സോ എ എത്ര സ്പീഡിലാണ് മൂവ് ചെയ്തത്, എയുടെ ആംഗുലാർ വെലോസിറ്റി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യും, ശരിയല്ലേ? അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആ ഇക്വേഷൻ എന്താ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്കറിയാം, വി പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ റേഡിയൽ വെക്റ്റർ ആർ വിചാരിച്ചു. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ആ ആറിൻ്റെ വാല്യൂ ഉണ്ട്. ആറിൻ്റെ വാല്യൂ എന്താണ്? നമ്മളിൽ നിന്നും ബോഡിയിലേക്കുള്ള അകലമാണ്, പൊസിഷൻ വെക്ടറാണ് ആർ എന്ന് പറയുന്നത്. സോ ആറിൻ്റെ വാല്യൂ എത്രയാണ്? ആറിൻ്റെ വാല്യൂ 5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ആരാ കണ്ടുപിടിക്കേണ്ടത്? വി പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ചാൽ മതി. അതായത് പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയ വെലോസിറ്റി കമ്പൗണ്ട് ഏതാണ്? എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഈ വെലോസിറ്റി 2 കമ്പോണൻസ് ആയിട്ട് മുറിക്കാം. സോ സ്റ്റെപ്പ് 1 ആണ് ആദ്യമേ ആംഗിൾ കണ്ടുപിടിക്കണം. നോക്ക്, വെലോസിറ്റിയും പൊസിഷൻ വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ, ഇതാണ് ആംഗിൾ, ശരിയാണോ? പൊസിഷനെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കും. പൊസിഷനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരച്ചു. നമ്മൾ പൊസിഷനെ ഇങ്ങോട്ട് മാറ്റി വരച്ചു. ഇതാണ് പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ടാണ് പൊസിഷൻ പോകുന്നത്. റേഡിയൽ വെക്ടർ അങ്ങോട്ടാണ് പോകുന്നത്. റേഡിയൽ വെക്ടറിൽ നിന്നും നമ്മുടെ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ആംഗിളാണ് തീറ്റ 30. മനസ്സിലായോ? സോ ഫസ്റ്റ് സ്റ്റെപ്പാണ് തീറ്റ കണ്ടുപിടിക്കുക. ഫൈൻഡ് തീറ്റ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തീറ്റ കണ്ടുപിടിക്കുക. സോ നിങ്ങൾ എങ്ങനെയെങ്കിലും ഏതൊക്കെ വിധേയമായാലും ആരെ ആദ്യം കണ്ടുപിടിക്കണം? തീറ്റ ആദ്യം കണ്ടുപിടിക്കണം. 2 സ്പ്ലിറ്റ് കമ്പോണൻസിന് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. ചെയ്യാമല്ലോ. സോ ഇവിടുത്തെ ഒരു കമ്പൗണ്ടാണ്, ഹൊറിസോണ്ടൽ കമ്പൗണ്ടാണിത്, വെർട്ടിക്കൽ കമ്പൗണ്ടാണിത്. സോ ഇതെന്താണ്? വി സൈൻ 30. ഇതെന്താണ്? വി കോസ് 30. കുഞ്ഞുങ്ങളെ ഇനി പറ, വി കോസ് 30 നമ്മുടെ ഇക്വേഷനിൽ വേണോ? വേണ്ട. വി കോസ് 30 എന്ന് പറഞ്ഞാൽ റേഡിയൽ വെക്ടറിന് പാരലൽ വെലോസിറ്റിയാണ്. അത് ആവശ്യമില്ല. സോ അതിനെ അങ്ങ് വിട്ട് കളഞ്ഞേക്ക്. നിങ്ങൾക്ക് ആരാണ് വേണ്ടുന്നത്? റേഡിയൽ വെക്ടറിന് പെർപെൻഡിക്കുലർ വെലോസിറ്റി കമ്പൗണ്ടാണ് വേണ്ടുന്നത്. വി പെർപെൻഡിക്കുലർ വേണ്ടുന്നത്. സോ ഇതെന്താണ്? വി കോസ് 30 ആണ്. ശ്രദ്ധിക്കണം, എപ്പോഴും വി കോസ് 30 ആയിരിക്കുകയില്ല. നിങ്ങൾ പടം വരച്ച് നോക്കണം, ആരാണ് വെലോസിറ്റി, വി സൈൻ തീറ്റ ആണോ വി കോസ് 30 ആണോ നോക്കണം, എന്നിട്ട് എഴുതാവൂ. സോ ഇവിടെ വി കോസ് 30 അല്ല, വി സൈൻ തീറ്റ ആണ് എന്ത്? നമ്മുടെ പെർപെൻഡിക്കുലർ കമ്പോണന്റ്. സോ കണ്ടുപിടിക്കാം, വി പെർപെൻഡിക്കുലർ വിച്ച് ഈസ് ഈക്വൽ ടു വി സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു വി എത്രയാണ്? 10 ആണ് ഇൻറ്റു സൈൻ തീറ്റ സൈൻ 30 which is equal to 10 into 1/2 which is equal to 5 meter per second. So നമുക്ക് കിട്ടി. So relative velocity of A with respect to B, relative angular velocity of A with respect to B എന്ന് പറയുന്നത് which is equal to V perpendicular എത്രയാണത്? അത് 5 ആണ്. Divide by position vector എത്രയാണ്? അതും 5 ആണ്. സോ നമുക്ക് കിട്ടും 1 റേഡിയൻ പെർ സെക്കൻഡ്. ശരിയാണോ? ഒമേഗയുടെ യൂണിറ്റ് എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ്. സോ നമ്മൾ എത്ര സ്പീഡിലാണ് തലതിരിക്കുന്നത്? ആ 1 റേഡിയൻ പെർ സെക്കൻഡിൽ വേണം തലതിരിക്കാൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത രീതി മനസ്സിലായോ? വളരെ സിമ്പിളാണ്. സോ സ്റ്റെപ്പ് 1 എന്താണ്? തീറ്റ കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2 എന്താണ്? കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3 എന്താണ്? അപ്ലൈ ഇൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ആൻസർ കിട്ടിക്കഴിഞ്ഞു. എത്ര സിമ്പിളാണ്? 3 സ്റ്റെപ്പ്, ആൻസർ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തമായി ചെയ്യാൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഒ അറ്റ് ദ ഇൻസ്റ്റന്റ് ഷോൺ ഇൻ ഫിഗർ. സോ എ എന്ന ബോഡി ഇവിടെ നിൽക്കുകയാണ്. ആ എ എന്ന ബോഡി ഇങ്ങോട്ട് പോവുകയാണ്. കേട്ടോ, വെലോസിറ്റി ഓഫ് എ എങ്ങനെയാണ്? ഇങ്ങോട്ടാണ്. ഒ എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ആണ്. നമ്മളിവിടെ നിൽക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ആരെ നോക്കിയാണ്? ഈ എ നോക്കിയാണ്. ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ തല തിരിക്കും. സോ നമുക്ക് കണ്ടുപിടിക്കണം ഈ പോയിന്റിലെ റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കണം.
നമുക്കറിയാം ഓരോ പോയിന്റിലേക്ക് മാറുന്നതനുസരിച്ച് ഉറപ്പായിട്ടും ദൂരം മാറിക്കൊണ്ടിരിക്കും, പൊസിഷൻ വെക്ടർ മാറിക്കൊണ്ടിരിക്കും, ആര് ചേഞ്ച് ചെയ്യും, റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. പക്ഷേ ഈ ഒരു പോയിന്റിൽ റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കണം. ആ ഒരു പോയിന്റിലെ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി എത്രയാണ്? സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയും അതുപോലെ പൊസിഷൻ വെക്ടർ നമ്മളുണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കുക. സോ പൊസിഷൻ വെക്ടർ ആണ്, അതുപോലെ വെലോസിറ്റി v ആണ്, ഇതൊക്കെയുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണോ ആംഗിൾ എന്ന് പറയണത്? ഇതാണോ ആംഗിൾ? അല്ല. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കണേ? ആംഗിൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു വെക്ടറിൻ്റെ ടെയിലും മറ്റേ വെക്ടറിൻ്റെ ടെയിലും തമ്മിൽ ഉണ്ടാക്കുന്നതാണ് ആംഗിൾ, അല്ലെങ്കിൽ ഒരു വെക്ടറിൻ്റെ ഹെഡും മറ്റേ വെക്ടറിൻ്റെ ഹെഡും തമ്മിൽ ഉണ്ടാക്കുന്നതാണ് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഞാൻ ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. വെക്ടറിനെ ഇങ്ങോട്ട് മാറ്റി വരച്ചു. ഡയറക്ഷൻ മാറിയോ? ഇല്ല. സോ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടറാണ്. ഇതിൻ്റെ വാല്യൂ ഒന്നും എനിക്കറിയത്തില്ല. ആറിൻ്റെ വാല്യൂ തന്നിട്ടില്ല എങ്ങും. തന്നിട്ടുണ്ടോ? ഇല്ല. സോ ആറിൻ്റെ വാല്യൂ എനിക്കറിയത്തില്ല. ഇനി എന്താ വേണ്ടുന്നത്? നമുക്ക് ആംഗിൾ വേണം. സോ നമുക്കറിയാം ഇതാണ് പൊസിഷൻ വെക്ടർ എന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? ആംഗിൾ വേണം. സോ ആംഗിൾ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയും പൊസിഷൻ വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഇതാണ്. തന്നിട്ടുണ്ട്. ഈ ആംഗിൾ എത്രയാണ്? 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. ഇത് ആംഗിൾ എത്രയാണ്? 45 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും? ഇത് 45 ആയിരിക്കും. മനസ്സിലാവുണ്ടോ? ഇത് 45 ഡിഗ്രി ആണ്. സോ വെലോസിറ്റിയുടെ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി വെലോസിറ്റി എന്ത് ചെയ്യണം? സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവായിരുന്നു? ഫൈൻഡ് ദി ആംഗിൾ. ആംഗിൾ കണ്ടുപിടിക്കണം. വെലോസിറ്റിയും അതുപോലെ പൊസിഷൻ വെക്ടറും അതിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. തീറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ തീറ്റൻ്റെ വാല്യൂ കണ്ടുപിടിച്ചല്ലോ? കണ്ടുപിടിച്ചു. അടുത്തെന്ത് വേണം? വെലോസിറ്റിയെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ആരെ കണ്ടുപിടിക്കണം? വി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കണം. സോ വെലോസിറ്റിയെ രണ്ട് കമ്പോണൻസ് ആയിട്ട് മുറിക്കാൻ പോവുകയാണ്. കണ്ടോ, ഞാൻ രണ്ട് കമ്പോണൻസ് ആയിട്ട് ആരെ സ്പ്ലിറ്റ് ചെയ്തു? വെലോസിറ്റി സ്പ്ലിറ്റ് ചെയ്തു. സോ ഞാൻ ഈ ഒരു ആംഗിൾ എടുക്കാൻ പോവുകയാണ്. ഈ ആംഗിൾ എടുക്കുന്നതെങ്കിൽ ഇതെന്തായിരിക്കും? അത് വി കോസ് 45 ആണ്. നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ? ഈ കോസ് 45ൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഈ കോസ് 45 എന്ന് പറയുന്നത് റേഡിയൽ വെക്ടറിന് പാരലലാണ്. നമുക്ക് പാരലിനെ അല്ല വേണ്ടുന്നത്. നമുക്ക് ആരാണ് വേണ്ടുന്നത്? നമുക്ക് പെർപെൻഡിക്കുലർ കമ്പോണൻ്റാണ് വേണ്ടുന്നത്. സോ നമുക്ക് വേണ്ടുന്നത് ആരെയാണ്? പെർപെൻഡിക്കുലറിനെയാണ്. അതായത് റേഡിയൽ വെക്ടറിന് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയ കമ്പോണൻ്റ് നമുക്ക് വേണ്ടുന്നത്. സോ നമുക്ക് വേണ്ടുന്നത് വി സൈൻ 45 ആണ്. v sin 45 which is equal to v into sin 45 എത്ര കുഞ്ഞുങ്ങളെ? 1 divided by root 2 which is equal to v divided by root 2. കണ്ടോ? സോ നമുക്ക് ആരെ വാല്യൂ കിട്ടി? v പെർപെൻഡിക്കുലർ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. സോ ഇക്വേഷൻ എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു o അല്ലേ ഒബ്സർവർ? നമ്മളിനി നോക്കുന്നത് നമ്മളെ അടിസ്ഥാനപ്പെടുത്തി ഇവൻ്റെ ആംഗുലർ വെലോസിറ്റി എത്രയാണ്? which is equal to v perpendicular divided by radial vector. കണ്ടോ? അത് എത്രയാണ്? അതിൻ്റെ വാല്യൂ ഇല്ല. പക്ഷെ നമുക്കറിയാം ഇവിടെയും ഇവിടുത്തെയും വാല്യൂ തരുന്നുണ്ട്. എത്രയാണ്? ഇതും d ആണ്, ഇതും d ആണ്. അങ്ങനെയെങ്കിൽ പൈതഗോറസ് ലോ അനുസരിച്ച് r which is equal to എങ്ങനെ പറയും? റൂട്ട് ഓഫ് d സ്ക്വയർ പ്ലസ് d സ്ക്വയർ ആണ്. which is equal to റൂട്ട് 2 into d ആണ്. സോ d റൂട്ട് 2 ആണ് ആരുടെ വാല്യൂ? ആറിൻ്റെ വാല്യൂ. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം which is equal to v പെർപെൻഡിക്കുലർ എത്രയാണ്? അത് v ബൈ റൂട്ട് 2 ആണ്. ഡിവൈഡ് ബൈ ആറിൻ്റെ വാല്യൂ എത്രയാണ്? അത് d റൂട്ട് 2 ആണ്. റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് കിട്ടും v ഡിവൈഡ് ബൈ d റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 വിച്ച് ഈസ് ഈക്വൽ ടു v d ഇൻറ്റു 2 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. സോ ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ എന്തൊക്കെയാണ്? ഒന്ന്, തീറ്റ കണ്ടുപിടിക്കുക. രണ്ട്, പെർപെൻഡിക്കുലർ വെലോസിറ്റി കണ്ടുപിടിക്കുക. മൂന്ന്, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഈ മൂന്ന് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൻസർ കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദി റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആഫ്റ്റർ 4 സെക്കൻഡ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെയാണെങ്കിൽ എ എന്നൊരു ബോഡി ഉണ്ട്. കണ്ടോ? ഈ എ എന്ന ബോഡി ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. അതിൻ്റെ സ്പീഡ് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. സോ 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് ഇവിടെ എത്തി. 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് ഇവിടെ എത്തി. നമ്മളിവിടെ നിൽക്കുകയാണ്. നമ്മളിൽ നിന്നും എയിലേക്കുള്ള അകലം എത്രയാണ്? 30 മീറ്റർ ആണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആ അകലം എന്തായിട്ട് മാറി? ഇതായിട്ട് മാറി. ശരിയാണോ?
അതായത് ആര് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്? പൊസിഷൻ വെക്ടർ മാറി റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, ഇതാണ് 4 സെക്കൻഡ് കഴിഞ്ഞ സാധനം ഉള്ള എന്ത് കണ്ടുപിടിക്കണം? റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ബി കണ്ടുപിടിക്കണം. സോ 4 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്, ഇതല്ല കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ സിറ്റുവേഷൻ അല്ല വേണ്ടുന്നത്. 4 സെക്കൻഡ് കഴിഞ്ഞ ശേഷം, അതായത് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആരെ കണ്ടുപിടിക്കുക? ആംഗിൾ കണ്ടുപിടിക്കുക. സോ തീറ്റ കണ്ടുപിടിക്കാമല്ലോ. ഇതാണ് ഇതാണ് പൊസിഷൻ വെക്ടർ, ഇതാണ് വെലോസിറ്റി വെക്ടർ. നമുക്ക് ആരെ എക്സ്റ്റെൻഡ് ചെയ്യാം? ഈ വെലോസിറ്റി വെക്ടറിനെ ഈ പൊസിഷൻ വെക്ടറിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. സോ പൊസിഷൻ വെക്ടറിനെ എന്ത് ചെയ്ത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. സോ എനിക്ക് കിട്ടി ആംഗിൾ തീറ്റ. സോ തീറ്റയുടെ വാല്യൂ ഉണ്ടോ? ഇല്ല, തീറ്റയുടെ വാല്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. കണ്ടുപിടിക്കാം നമുക്ക്. സോ ഇതെത്രയാണ്? ഇത് 30 മീറ്റർ ആണ് കേട്ടോ. എത്രയാണ്? 30 മീറ്റർ ആണ്. ഇതെത്രയാണ്? തന്നിട്ടില്ല. പക്ഷേ ഇവിടുത്തെ വെലോസിറ്റി എന്തിനുണ്ട്? സമയമുണ്ട്. ഇത് ടൈം എത്രയാണ്? ടൈം വിച്ച് ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. സോ 10 മീറ്റർ പെർ സെക്കൻഡിൽ 4 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ എത്ര ദൂരമാണ് ബോഡി കവർ ചെയ്തത്? അതല്ല ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര സെക്കൻഡ് ഉണ്ട്? 4 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ബോഡി സഞ്ചരിച്ച് കഴിഞ്ഞാൽ എത്ര ദൂരം പോകും? സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു വിക്ക് പകരം പറയണം 10, ടിക്ക് പകരം പറയണം 4, വിച്ച് ഈസ് ഈക്വൽ ടു 40 മീറ്റർ ദൂരം ആ ബോഡി സഞ്ചരിക്കും. സോ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇതെത്രയാണ്? 40 മീറ്റർ ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 40 മീറ്റർ ആണ്. സോ ഈ ട്രയാങ്കിൾ നോക്കിയ കുഞ്ഞുങ്ങളെ, ഈ ട്രയാങ്കിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കാം. ഈ ആംഗിൾ കണ്ടുപിടിച്ച് നോക്കാം, തീറ്റ. കാര്യം ഈ ആംഗിൾ വേണമെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഞാൻ അതുകൊണ്ടാണ് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? എനിക്ക് വേണ്ടുന്നത് എന്താണ്? ഈ ആംഗിളാണ്. ഈ ആംഗിൾ വേണമെങ്കിൽ എനിക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. സോ ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 30 ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? 40. 0 വെട്ടിപ്പോവും. ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 3/4. ഇതെനിക്കറിയാം. 3/4 എന്താണ്? ടാൻ തീറ്റ എപ്പോഴാണ് 3/4 ആവണേ? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 37 ഡിഗ്രി. സോ ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? ആംഗിളിൻ്റെ വാല്യൂ 37 ഡിഗ്രി എന്ന് കിട്ടി. കണ്ടോ? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ആംഗിളിനെ കണ്ടുപിടിക്കേണ്ടത്. ആംഗിളിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്തെന്ത് വേണം? അടുത്തത് വേണം വെലോസിറ്റിയെ കമ്പോണൻസ് ആയിട്ട് മുറിച്ചിട്ട് ആര് കണ്ടുപിടിക്കണം? വി പെർപ്പൻ കണ്ടുപിടിക്കാം. സോ വെലോസിറ്റി ഞാനാണെങ്കിൽ ഇവിടെ കമ്പോണൻസ് ആയിട്ട് മുറിക്കാൻ പോകും കുഞ്ഞുങ്ങളെ. ഇവിടെയാണെങ്കിൽ വെലോസിറ്റിയെ ഞാൻ ഇങ്ങനെ മുറിച്ചു. ഈ വെലോസിറ്റിയെ ഞാൻ ഇങ്ങനെയും മുറിച്ചു, ഇങ്ങനെയും മുറിച്ചു. ഉണ്ടോ? വി എന്ന വെലോസിറ്റിയെ 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ എന്താണ് അത്? വി കോസ് 37 ആണ്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ആരെ വേണം? വി സൈൻ 37 ആവശ്യമുണ്ട്. സോ വി എത്രയാണ്? ആ വെലോസിറ്റി അതിലുണ്ട് 10 ആണ്. സോ 10 ഇൻറ്റു ഇവിടെ മുറിച്ച് മാറ്റി എഴുതാം. വി പെർപെൻഡിക്കുലർ വിച്ച് ഈസ് ഈക്വൽ ടു വി എത്രയാണ്? 10 ഇൻറ്റു കോസ് 37 എത്രയാണ്? അത് 4 ഡിവൈഡ് ബൈ 5 ആണ്. സോ സൈൻ ആണ് അല്ലേ? ഓക്കെ, സൈൻ ആണ്. സൈൻ ആവുമ്പോൾ അത് 3 ഡിവൈഡ് ബൈ 5 ആണ്. ആൻസർ എത്ര കിട്ടും? 6 എന്ന് ആൻസർ കിട്ടും. 6 മീറ്റർ പെർ സെക്കൻഡ് ആൻസർ. ഇത്ര മനസ്സിലായോ? സോ നമുക്ക് കിട്ടി വി പെർപെൻഡിക്കുലർ വാല്യൂ കിട്ടി 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ആര് വേണം? ഇനി നമുക്ക് ആറിൻ്റെ വാല്യൂ വേണം. സോ ആർ എങ്ങനെ കണ്ടുപിടിക്കും? പൈതഗോറസ് ലോ. നോക്ക്, നമ്മൾ ഇത് രണ്ടും അറിയാം. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും അറിയാം. ഹൈപ്പോട്ടന്യൂസ് ആണ് വേണ്ടുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 30യുടെ സ്ക്വയർ പ്ലസ് 40യുടെ സ്ക്വയർ. നമുക്ക് ആൻസർ കിട്ടും 50 എന്ന് ആൻസർ കിട്ടും അല്ലേ? 50 എന്ന് ആൻസർ കിട്ടും. സോ 50 എന്താണ്? 50 മീറ്റർ ആണ്. നമുക്ക് ആര് വേണം? റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി വേണം. വിച്ച് ഈസ് ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ ആർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ എത്രയാണ്? അത് 6 ആണ്. ഡിവൈഡ് ബൈ ആർ എത്രയാണ്? 50 ആണ്. സോ അത്ര എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ് ആണ്. കണ്ടോ? സിമ്പിൾ അല്ലേ? സോ ഇവിടെ നമ്മൾ 3 സ്റ്റെപ്പ് പരിഗണിച്ചുള്ളൂ. ഏതൊക്കെയാണ്? തീറ്റ കണ്ടുപിടിക്കണം,
വി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കണം, ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തും ആയിക്കോട്ടെ, പ്രൊസീജിയർ ഇതാണ്. ഇത് ഫോളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്കിനി കുറച്ച് വെറൈറ്റി പ്രോബ്ലം നോക്കാം. ഓക്കെ, നമ്മളിനി നോക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി പ്രോബ്ലംസ് ആണ്. ചെയ്യാം. നമ്മുടെ അടുത്ത വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ അറ്റ് ദ ഇൻസ്റ്റന്റ് ഷോൺ ഇൻ ഫിഗർ. സോ ഇവിടെയാണെങ്കിൽ ശ്രദ്ധിക്കണം, എ എന്ന ബോഡി നോക്ക്, എ എന്ന ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, കണ്ടോ? അതുപോലെ ബി എന്ന ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ട് ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണെന്ന്. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രൊസീജിയറും അല്ലെങ്കിൽ ഇതിൻ്റെ ട്രിക്കും ടെക്നിക്കും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. ഇനി ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഇനി വരുന്നുണ്ട്. അത്തരം ക്വസ്റ്റ്യനൊക്കെ തുടക്കത്തിലേ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. സോ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി ഓഫ് ബി. സോ ബി ആണ് മൂവ് ചെയ്യുന്നത്, നമ്മൾ എ ആണ്. എയും മൂവ് ചെയ്യുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ബി, സോറി വിത്ത് റെസ്പെക്ട് ടു എ, നമ്മൾ എ ആണ്. കണ്ടോ? നമ്മൾ എ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, ബി എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് തോന്നും നമ്മുടെ തല ഇങ്ങനെ തിരിക്കേണ്ടി വരും. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കണം. നമ്മൾ സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റെപ്പ് 1 തീറ്റ കണ്ടുപിടിക്കുക. കേട്ടോ, സ്റ്റെപ്പ് എല്ലാം സെയിം ആണ്. സ്റ്റെപ്പ് എല്ലാം സെയിം ആണ്. ഇതെന്താണ്? ആ ഇൻസ്റ്റൻറ്റിലുള്ള പൊസിഷൻ വെക്ടർ ആണ് വന്നിരിക്കുന്നത്. കണ്ടോ? പൊസിഷൻ വെക്ടർ എത്രയാണ്? അതുകൊണ്ട് ഇതാണ് പൊസിഷൻ വെക്ടർ. ആ ഇൻസ്റ്റൻറ്റിലെ നമ്മളിവിടെ നിൽക്കുകയാണ്, ബി ഇവിടെയാണ്. സോ എ ഇതാണ്, ബി ഇതാണ്, നമ്മുടെ വെലോസിറ്റി ഇങ്ങോട്ടാണ്, ബിയുടെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. ആ ഇൻസ്റ്റൻറ്റിലെ പൊസിഷൻ വെക്ടർ എത്രയാണ്? 5 ആണ്. സോ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ കുഞ്ഞുങ്ങളെ? 5 മീറ്റർ. കണ്ടോ? ഇനി എന്ത് വേണം? തീറ്റ കണ്ടുപിടിക്കണം. എന്താ തീറ്റ എന്ന് പറയണത്? തീറ്റ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറും അതുപോലെ വെലോസിറ്റി വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്. സോ പൊസിഷൻ വെക്ടർ എന്ത് ചെയ്യണം? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. സോ പൊസിഷൻ വെക്ടർ എക്സ്റ്റെൻഡ് ചെയ്തു. വെലോസിറ്റി വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? തന്നിട്ടുണ്ട്. എത്രയാണ്? തീറ്റൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 37 ഡിഗ്രി. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് വെലോസിറ്റിയുടെ പെർപെൻഡിക്കുലർ കമ്പോണന്റിനെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാമല്ലോ. ഞാൻ വെലോസിറ്റി എന്ത് ചെയ്ത് 2 കമ്പോണൻസ് ആയിട്ട് മുറിച്ചു. സോ എന്താണത്? വി കോസ് 37. നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ആരാവശ്യമുണ്ട്? വി സൈൻ 37. ഇതിൻ്റെ ആവശ്യമുണ്ട്. സോ വി പെർപെൻഡിക്കുലർ വിച്ച് ഈസ് ഈക്വൽ ടു, വി വാല്യൂ എത്രയാണ്? 10 ആണ്, ഇൻറ്റു സൈൻ 37 വിച്ച് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ആൻസർ കിട്ടും 6 മീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്ക് ഇത് ആൻസർ കിട്ടി 6 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ഇവിടെയാണെങ്കിൽ എയും മൂവ് ചെയ്യുന്നുണ്ട്, ബിൻ്റെ കമ്പോണന്റ് മൂവ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എയും മൂവ് ചെയ്യുന്നുണ്ട്, ബിയും മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ 2 ബോഡി ഒരുമിച്ച് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 ബോഡിയും ഒരു ക്വസ്റ്റ്യനിൽ മൂവ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. മനസ്സിലായോ? 2 ബോഡിയും മൂവ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. സോ നമുക്ക് കണ്ടുപിടിക്കാം. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ആരാണ്? ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കണം. കണ്ടോ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താണ്? ആംഗുലർ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കേണ്ടത്. സോ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു, വെലോസിറ്റി ഓഫ് ബി എത്രയാണ് കുഞ്ഞുങ്ങളെ? ബിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ട് എത്രയാണ്? അതാണ് നോക്കേണ്ടത്. ഈ കമ്പൗണ്ട് അല്ല എടുക്കേണ്ടത്, ഇതെടുക്കണം. കണ്ടോ? ഈ വെലോസിറ്റി ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇവിടെയും വെലോസിറ്റി ഇങ്ങോട്ട് പോകുന്നുണ്ട്. സോ വെലോസിറ്റി ഓഫ് ബി എത്രയാണ്? 6 ആണ്. മൈനസ് വെലോസിറ്റി ഓഫ് എ എത്രയാണ്? 10 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു -4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ വരും. ഈ കാര്യം മനസ്സിലായോ? സോ -4 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ വാല്യൂ? നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റിയുടെ വാല്യൂ. അതായത് ഇതിന് മീനിങ് എന്താണ്? നമ്മൾ പറയുകയാണ് നമ്മൾ റെസ്റ്റിലാണെന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോഴും അങ്ങനെയാണ് കണക്കാക്കുന്നത്. നമ്മൾ റെസ്റ്റിലാണെങ്കിൽ ഈ ബോഡി എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്? നമുക്കതിൽ വേണ്ടുന്നേ. നമുക്ക് വേണ്ടുന്നത് എന്താണ്? നമ്മൾ റെസ്റ്റിലാണ്. നമ്മളെന്താണ്? ഏത് ബോഡിയാണ്? എ എന്ന ബോഡിയാണ്. നമ്മളെ റെസ്റ്റിലാക്കണം. നമ്മൾ റെസ്റ്റിലാണെങ്കിൽ ഈ ബോഡി എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്? നോക്ക്, നമ്മൾ 10 മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിക്കുകയാണ്, ഇവൻ 6 മീറ്റർ സഞ്ചരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇവൻ ബാക്കിലേക്ക് പോകുന്നു തോന്നത്തില്ലേ? ഇവൻ എന്ത് ചെയ്യും? ബാക്കിലേക്ക് പോകും. എത്ര സ്പീഡിലാണ്? 4 മീറ്റർ പെർ സെക്കൻഡിൽ ബാക്കിലേക്ക് പോകുന്ന ഫീലിംഗ് ഉണ്ടാവണം. നിങ്ങൾ ബാക്കിയെല്ലാം മറന്നു കളഞ്ഞേക്ക്, ഇതെല്ലാം മറന്നു കളഞ്ഞേക്ക്. 2 ബോഡി ഉണ്ട്. ഈ ബോഡി ഇതാണ് നമ്മൾ, ഇതാണ് മറ്റേ കാറ്. ആ കാർ എന്ത് ചെയ്യും? ആ കാറിൻ്റെ സ്പീഡാണ് 6 മീറ്റർ പെർ സെക്കൻഡ്. അല്ലേ? 6 അല്ലേ?
6 മീറ്റർ പെർ സെക്കൻഡ്. സോ ആ കാറിൻ്റെ സ്പീഡ് എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ സ്പീഡ് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്ക് എന്ത് തോന്നും? നമ്മുടെ സ്പീഡ് കൂടുതലായതുകൊണ്ട് കാറ് ബാക്കിലായിട്ട് പോകും. മനസ്സിലായോ? നമുക്ക് എന്ത് ഫീൽ ചെയ്യും? കാറ് ബാക്കിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. സോ ഇവിടെയാണെങ്കിൽ നമ്മൾ പറയുകയാണ് നമ്മൾ റെസ്റ്റിലാണ്. റിലേറ്റീവ് മോഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നു ഒബ്സർവ് എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. സോ നമ്മൾ പറയുകയാണ് നമ്മൾ റെസ്റ്റിലാണ്. അങ്ങനെയെങ്കിൽ ഈ കാർ എത്ര സ്പീഡാണ് പോകുന്നത്? ആ കാർ 4 മീറ്റർ പെർ സെക്കൻഡിൽ എങ്ങോട്ട് പോകും? ബാക്കിലേക്ക് പോകും. നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ? സോ ഇവിടെ ആരും മൂവ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന കോൺസെപ്റ്റാണ് പരിഗണിക്കുന്നതെങ്കിൽ ആരും മൂവ് ചെയ്യത്തില്ല, ഒബ്സർവർ മൂവ് ചെയ്യത്തില്ല. സോ എ നമ്മൾ പിടിച്ചു നിർത്തി. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? റിലേറ്റീവ് വെലോസിറ്റി എടുത്തു. സോ നമുക്ക് മനസ്സിലായി വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എത്രയാണ്? അത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ നേരത്തെ കണക്കിലൊന്നും നമ്മൾ ചെയ്തില്ല. കാര്യം എന്താണ്? നേരത്തെ കണക്കിലൊന്നും ചെയ്യാത്തതിന് കാരണം നേരത്തെ കണക്കിലെല്ലാം ബി എന്തിലാണ്? റെസ്റ്റിലായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ ആര് മൂവ് ചെയ്യുന്നുണ്ട്? ഒബ്സർവർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. ആ സിറ്റുവേഷനിൽ എന്തെടുക്കണം? റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. കോൺസെപ്റ്റ് ആണേ. സോ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് ഈ കോൺസെപ്റ്റ് മനസ്സിലായിക്കോണം. ഓക്കെ, ആൻസർ എന്താണ്? ഒമേഗ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ വിച്ച് ഈസ് ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ ആർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ എത്രയാണ്? അത് -4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിവൈഡ് ബൈ ആർ എത്രയാണ്? 5 മീറ്റർ ആണ്. സോ ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു -4 ഡിവൈഡ് ബൈ 5 എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ചെയ്യുന്ന രീതി മനസ്സിലായോ? സംഭവം വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ രണ്ട് ബോഡിയും മൂവ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്ത് പരിഗണിക്കാൻ മറക്കരുത്? റിലേറ്റീവ് വെലോസിറ്റി പരിഗണിക്കാൻ മറക്കരുത്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യുന്ന രീതി എന്താണ്? തീറ്റ കണ്ടുപിടിക്കുക, വി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കുക, റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുക. കണ്ടോ? രണ്ട് ബോഡി മൂവ് ചെയ്യുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? റിലേറ്റീവ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? രണ്ട് ബോഡി മൂവ് ചെയ്യുന്നെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ മറക്കരുത്. ശരി, അങ്ങനെയെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റ് ക്വസ്റ്റ്യൻ തരാം. സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അറ്റ് ദ ഇൻസ്റ്റന്റ് ഷോൺ ഇൻ ഫിഗർ. സോ ഇവിടെയാണെങ്കിൽ എ എന്ന ബോഡി ഉണ്ട്. എ എന്ന ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. ബി എന്ന ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. സ്പീഡുണ്ട്. ഇവിടെ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി ഒമേഗ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. സോ നമ്മൾ ആരാണ്? ബി ആണ്. നമ്മൾ ബി ആണ്. ഇതാണ് എ ബോഡി മൂവ് ചെയ്യുകയാണ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ തീറ്റ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തീറ്റ കണ്ടുപിടിക്കാം. സോ ഇവിടെയും ഇതുണ്ട്. നോക്ക്, ഇവിടെ രണ്ട് മോഷൻ ഉണ്ട്. ഇവിടെയും മോഷൻ ഉണ്ട്, ഇവിടെയും മോഷൻ ഉണ്ട്. സോ രണ്ട് തീറ്റ നമുക്ക് ആവശ്യമുണ്ട്. രണ്ട് മോഷൻ ഉണ്ടെങ്കിൽ രണ്ട് തീറ്റ എടുക്കണം. കാര്യം രണ്ടും എന്താണ്? ഒരു ആംഗിളാണ്. നേരത്തെ കണക്കിൽ രണ്ട് തീറ്റ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്താണ്? ഇവിടെ ആംഗിൾ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരുന്നു. മനസ്സിലായോ? പക്ഷേ ഈ ക്വസ്റ്റ്യൻ അങ്ങനെയാണോ? അല്ല. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. സോ വെലോസിറ്റി എന്തല്ല? പെർപെൻഡിക്കുലർ അല്ല. നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും ആംഗിൾ എടുത്ത് രണ്ട് ഭാഗത്തും കമ്പോണൻസ് എടുക്കേണ്ടത് നിർബന്ധമാണ്. സോ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ഈ സെക്ഷനിൽ വരാൻ പാടുള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവല് ഇതാണ് എൻ്റെ മാക്സിമം. ഇത്തരം ക്വസ്റ്റ്യനിലെ ഏറ്റവും മാക്സിമം ഡിഫിക്കൽട്ടി ലെവൽ ചോദിക്കാൻ കഴിയുന്നത് ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ്. സോ രണ്ട് ബോഡിയും മൂവ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സംഭവം വളരെ സിമ്പിളാണ്. ഇവിടെ രണ്ട് ബോഡിയും മൂവ് ചെയ്യുന്നുണ്ട്. രണ്ട് ഭാഗത്തും ഒരു ആംഗിൾ ഉണ്ട് എങ്കിൽ രണ്ട് ആംഗിൾ നിങ്ങൾ പരിഗണിക്കണം. സോ ഇതാണ് നിങ്ങളുടെ പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കണ്ടോ? പൊസിഷൻ വെക്ടറിനെ എക്സ്റ്റെൻഡ് ചെയ്തു. കാര്യം മനസ്സിലായോ? നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്ക്. പൊസിഷൻ വെക്ടറിനെ എന്ത് ചെയ്തു? ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഇത്രയും മനസ്സിലായോ? ഈ ആംഗിളാണ് 37. അതായത് വെലോസിറ്റി വെക്ടറും പൊസിഷൻ വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് 37. അങ്ങനെയെങ്കിൽ തീറ്റ കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? കമ്പോണൻസ് ആയിട്ട് മുറിക്കണം. സോ എന്താണിത്? 10 × cos 37. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അത് വെലോസിറ്റി വെക്ടർ. ഈ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറിന് പാരലലാണ്. നമുക്കിതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ആരുടെ ആവശ്യം വരുന്നത്? പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആവശ്യമാണ് വരുന്നത്. അതായത് നമുക്ക് വേണ്ടുന്നത് ഇതാണ്, വി പെർപെൻഡിക്കുലർ വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ 10 ഉണ്ടോ? വി സൈൻ തീറ്റ സൈൻ 37 വിച്ച് ഈസ് ഈക്വൽ ടു 10 ×
sin 37 അതായത് 3/5 which is equal to 6 meter per second. കണ്ടോ, കിട്ടിയണ്ടോ? ഇതുപോലെ എവിടെയും ചെയ്യണം, ഇവിടെയും ചെയ്യണം. കാര്യം ഈ വെലോസിറ്റിയും ആർക്ക് പെർപെൻഡിക്കുലർ അല്ല, നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടറിലെ പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ അല്ല. സോ ഇവിടെയും ചെയ്യണം. നേരത്തെ കണക്കിൽ ചെയ്തില്ല. അതിന് കാരണം എന്താണ്? നേരത്തെ കണക്കിൽ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നേരെയാണെങ്കിൽ വെലോസിറ്റി വെക്ടർ എന്തായിരുന്നു? പെർപെൻഡിക്കുലർ ആയിരുന്നു. ഇതായിരുന്നു ചരിഞ്ഞിരുന്നത്. സോ ഇതിനെ മാത്രമേ ഞാൻ സ്പ്ലിറ്റ് ചെയ്തുള്ളൂ. പക്ഷേ ഇവിടെയാണെങ്കിലോ ഇത് ചരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെയും സ്പ്ലിറ്റ് ചെയ്യണം, അതിനെയും മുറിക്കണം. മുറിക്കാമല്ലോ, മുറിക്കാം. ഉണ്ടോ? ഞാൻ മുറിച്ചുണ്ടോ? അതായത് ഇത് മുറിച്ചപ്പോൾ എനിക്കിത് 53 ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതെന്താണ്? 20 ഇൻറ്റു ഉണ്ടോ, ആംഗിൾ വെലോസിറ്റി എത്രയാണ്? 20 ആണ്. സോ 20 ഇൻറ്റു കോസ് 53. ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല, ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം എന്താണ്? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനാണെങ്കിൽ പാരലലാണ്. ഡിസ്പ്ലേസ് വെക്ടർ ഇങ്ങനെയാണ്, ഇത് ആൻറ്റി പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് ആവശ്യം 90 ഡിഗ്രി ഉള്ള വെക്ടറിനെ കണ്ടുപിടിക്കണം, പെർപെൻഡിക്കുലർ വെക്ടറിനെ കണ്ടുപിടിക്കണം. സോ 20 വി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാം. വി പെർപെൻഡിക്കുലർ വിച്ച് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു സൈൻ 53 which is equal to 20 into sin 53 4/5 which is equal to 16. അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? സോ ഒരു വെലോസിറ്റി ഇങ്ങോട്ടും മറ്റേ വെലോസിറ്റി ഇങ്ങോട്ടും അവയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 13 മീറ്റർ തന്നിട്ടുണ്ട്. സോ ആറിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ആർ എത്രയാണ്? 13 മീറ്റർ ആണ്. ആ ഇൻസ്റ്റൻറ്റിൽ രണ്ട് ബോഡി തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ രണ്ട് ബോഡി തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ എത്രയാണ്? അത് 13 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് എന്താണ്? നമുക്ക് വേണ്ടുന്നത് വി പെർപെൻഡിക്കുലർ വാല്യൂ വേണം. വി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കണം. സോ ഇവിടെ ഒരു വി പെർപെൻഡിക്കുലർ ഉണ്ട്, ഇവിടെയും ഒരു വി പെർപെൻഡിക്കുലർ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ വരുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി പരിഗണിക്കണം. സോ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ആരാണ്? അത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി. കണ്ടോ? വി എ ബി വിച്ച് ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. കുഞ്ഞുങ്ങളെ വി എ എത്രയാണ്? എ എന്താണ്? ഇതാണ് എ എന്ന് പറയുന്നത്. ഇത് എ ആണ്, ഇത് ബി ആണ്. സോ വി എ എന്ന് പറഞ്ഞാൽ ഇതാണ് -16. താഴേക്ക് പോയതുകൊണ്ട് -16 അതാണ് വി എ എന്ന് പറയുന്നത്. വി ബി എന്താണ്? ഇതാണ് വി ബി എന്ന് പറയുന്നത്. അതെത്രയാണ്? അപ്പോൾ ഇതാണ് വി എ മൈനസ് ഇനി അടുത്ത വി ബി വേണം. വി ബി എന്താണ്? ഇതാണ്ട് വി ബി 6 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു -22 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതാണ് വി പെർപെൻഡിക്കുലർ. മനസ്സിലായോ? വി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. എപ്പോൾ രണ്ട് ബോഡിയും മൂവ് ചെയ്യുന്നെങ്കിൽ, ഈ കണ്ടീഷനിൽ രണ്ട് ബോഡിയും മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിച്ചു, എനിക്ക് ആൻസർ കിട്ടി -22 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമുക്കിനി എന്ത് വേണം? അപ്പോൾ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിച്ചു? തീറ്റ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ വി പെർപെൻഡിക്കുലർ എങ്ങനെ കണ്ടുപിടിച്ചു? റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. റിലേറ്റീവ് വെലോസിറ്റി വെച്ച് നമ്മൾ വി പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ചു. ഇനി എന്ത് വേണം? ഇനി ഇക്വേഷൻ ഇട്ട് കൊടുക്കണം, വേറെ ഒന്നും വേണ്ട. ഒമേഗ എ ബി, നമുക്ക് എ ബി എൽ വെച്ചേക്കണേ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ കുഞ്ഞുങ്ങളെ? വി പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ ആർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ -22 ഡിവൈഡ് ബൈ ആർ എത്രയാണ്? 13. ഓക്കെ, അത്ര എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സോ ഇതിനൊരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ സെക്ഷനിൽ ചോദിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് വലിയ പ്രയാസമായിട്ട് തോന്നിയോ നിങ്ങൾക്ക്? സിമ്പിളാണ്. രണ്ട് ബോഡി മൂവ് ചെയ്യുന്നെങ്കിൽ രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യണം? കമ്പൗണ്ട്സ് ഇരിക്കണം. അതിൽ ആര് മാത്രം മതി? നമുക്ക് പെർപെൻഡിക്കുലർ കമ്പൗണ്ട് മാത്രം മതി. സോ പെർപെൻഡിക്കുലർ കമ്പൗണ്ടിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ വെലോസിറ്റി കിട്ടും, പെർപെൻഡിക്കുലർ വെലോസിറ്റി കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇക്വേഷൻ ഇട്ട് കൊടുക്കണം, ആൻസർ കിട്ടും. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. അത് ക്വസ്റ്റ്യനായിട്ടല്ല, ഒരു കോൺസെപ്റ്റാണ്. നമുക്ക് കോൺസെപ്റ്റ് പഠിക്കാം. നമ്മൾ ലാസ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകാം. നമ്മുടെ അടുത്ത കോൺസെപ്റ്റാണ്. ക്വസ്റ്റ്യൻ വിചാരിച്ചോ അല്ലെങ്കിൽ കോൺസെപ്റ്റ് വിചാരിച്ചോ, രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ? എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് v
ഇൻ എ സർക്കിൾ as shown in figure. സോ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതൊരു കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുകയാണ്, ഇങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സ്പീഡ് സെയിം ആണ്, വെലോസിറ്റി എത്രയാണ്, v ആണ്, ഉണ്ടോ, ടാൻജൻഷ്യൽ വെലോസിറ്റി v ആണ്, കോൺസ്റ്റന്റ് സ്പീഡാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫൈൻഡ് ദ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ എ. പാർട്ടിക്കിൾ എയുടെ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കണം ഇൻ ടേംസ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എന്താണ്, പി ക്യു ആൻഡ് എസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒമേഗ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി കണ്ടുപിടിക്കണം, ഒമേഗ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ക്യൂ കണ്ടുപിടിക്കണം, ഒമേഗ എ വിത്ത് റെസ്പെക്ട് ടു എസ് കണ്ടുപിടിക്കണം. കണ്ടോ, അതായത് ആംഗുലാർ വെലോസിറ്റി, റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഓഫ് എ ആരുടെ കാഴ്ചപ്പാടിൽ, എസിൻ്റെ കാഴ്ചപ്പാടിൽ, ക്യൂവിൻ്റെ കാഴ്ചപ്പാടിൽ, പിയുടെ കാഴ്ചപ്പാടിൽ ഇവൻ്റെ ആംഗുലാർ വെലോസിറ്റി എത്രയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച്, പൊസിഷൻ മാറുന്നതനുസരിച്ച് ആര് മാറിക്കൊണ്ടിരിക്കും, ആംഗുലാർ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ബസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന മരം എന്ത് ചെയ്യും, പെട്ടെന്ന് മാഞ്ഞു പോകും. പക്ഷേ ദൂരമുള്ള മരം എന്ത് ചെയ്യും, കുറേ ദൂരം കഴിഞ്ഞാണ് മാഞ്ഞു പോകുന്നത്. അതായത് അടുത്തുള്ള മരത്തിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ പെട്ടെന്ന് തലയിരിക്കേണ്ടി വരും, അവിടെ ആംഗുലാർ വെലോസിറ്റി കൂടുതലാണ്. പക്ഷേ ദൂരമുള്ള മരമാണെങ്കിലോ ഡിസ്റ്റൻസ് കൂടുതലാണ്, അവിടെ ആംഗുലാർ വെലോസിറ്റി കുറവാണ്. ഈ കാര്യം ഞാൻ പറഞ്ഞു തന്നെയാണ്. സോ സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം കോൺസെപ്റ്റ് ആണ്. എയിൽ നിന്നും എസിലേക്കുള്ള ദൂരം അല്ല എയിൽ നിന്നും ക്യൂയിലേക്കുള്ള ദൂരം, എയിൽ നിന്നും ക്യൂയിലേക്കുള്ള ദൂരമല്ല എയിൽ നിന്നും പിയിലേക്കുള്ള ദൂരം. സോ ഇവിടെ ആര് വ്യത്യസ്തമാണ്, ഇവിടെ ഒരു ക്വാണ്ടിറ്റി വ്യത്യസ്തമാണ്, ഡിസ്റ്റൻസ് വ്യത്യസ്തമാണ്. സോ ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ഉറപ്പായിട്ടും ആർക്ക് മാറ്റമുണ്ടാവും, ആംഗുലാർ വെലോസിറ്റിക്ക് മാറ്റമുണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം, ഇക്വേഷൻ എന്താണ്, റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഇക്വേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ ആർ എന്നാണ്. ഇവിടെ ആര് കോൺസ്റ്റന്റ് ആണ്, വി പെർപെൻഡിക്കുലർ കോൺസ്റ്റന്റ് ആണ്. ഏത് ബോഡി നോക്കുമ്പോഴും വി പെർപെൻഡിക്കുലർ എന്താണ്, അത് വി തന്നെയാണ്. പിന്നെ ആര് മാറും, ഓരോ ബോഡിയുടെയും അല്ലെങ്കിൽ ഓരോ ഒബ്സർവറിൻ്റെയും ആര് വ്യത്യസ്തമാണ്, ആറിൻ്റെ വാല്യൂ വ്യത്യസ്തമാണ്. അപ്പോൾ ഇവൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു വി പെർപെൻഡിക്കുലർ എത്രയാണ്, വി ആണ്, ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്, എയും പി നമ്മൾ അകലം, എയും പി നമ്മൾ അകലം. നോക്ക്, ഇത് ആറാണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ്, അപ്പോൾ ഇതും ആറ് തന്നെയായിരിക്കും. സോ 2r, ഇതെത്രയാണ്, 3r. സോ 3r എന്ന് പറയേണ്ടി വരും, കണ്ടോ. സോ എത്രയാണ്, 3r എന്ന് പറയേണ്ടി വരും. ഈ കാര്യം മനസ്സിലായോ? ആംഗുലാർ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു പി എന്ന് പറയുന്നത് എത്രയാണ്, വി ഡിവൈഡ് ബൈ 3r ആണ്. കാര്യം എന്താണ്, ഡിസ്റ്റൻസ് 3r ആണ്. ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാമോ, ആംഗുലാർ വെലോസിറ്റി ഓഫ് എയുടെ ആംഗുലാർ വെലോസിറ്റി എവിടെ നിന്നാണ് നോക്കുന്നേ, നമ്മൾ നേരത്തെ ഇവിടെ നിന്നാണ് നോക്കിയത്, ഇനി ഇവിടെ നിന്ന് നോക്കണം. സോ ഇവൻ്റെ മോഷനെ ഇവിടെ നിന്ന് നോക്കണം. ആംഗുലാർ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ക്യൂ എങ്ങനെ കണ്ടുപിടിക്കും, വെലോസിറ്റി സെയിം ആണ്, ഇവിടെ നിൽക്കുമ്പോഴും വെലോസിറ്റി എന്താണ്, സെയിം തന്നെയാണ്, വി തന്നെയാണ്. പക്ഷെ ആര് ചേഞ്ച് ചെയ്യും, ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. എത്രയായിട്ട് മാറി, 2r ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ ഇത് പറയാൻ എളുപ്പമാണല്ലോ. റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു എസ് എങ്ങനെ പറയും, വി ഡിവൈഡ് ബൈ ആർ ആണ്. സോ വി ഡിവൈഡ് ബൈ ആർ ആണ്. മനസ്സിലായോ? സോ ഈ ക്വസ്റ്റ്യൻ ഒരു കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും, ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ആർക്ക് മാറ്റമുണ്ട്, റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റിക്ക് മാറ്റമുണ്ട്. നമുക്ക് ഇവിടെ ആരാ ചേഞ്ച് ചെയ്തേ, ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്തു. ഡിസ്റ്റൻസ് നോക്ക്, ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഡിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരുന്നു. ഡിസ്റ്റൻസ് ഇതിനേക്കാളും കുറവാണ് ഇവിടെ, ഇതിനേക്കാൾ ഡിസ്റ്റൻസ് കുറവാണ് ഇവിടെ. സോ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യും, കൂടി വരും. ശരിയല്ലേ? ഈ കാര്യം മനസ്സിലായോ? ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ബസ്സിലിരിക്കുകയാണ്, നമ്മൾ സൂര്യനെ നോക്കുകയാണ്, നമ്മൾ എവിടെ പോകുന്നു അവിടെയൊക്കെ സൂര്യനെ കാണാൻ കഴിയും. സൂര്യൻ മൂവ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, അവിടുത്തെ റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി വളരെ കുറവാണ്, വളരെ ഉയർന്ന ഡിസ്റ്റൻസ് ആണ്. പക്ഷേ അടുത്തിരിക്കുന്ന മരമാണെങ്കിലോ അത് പെട്ടെന്ന് അങ്ങ് പോകും, നമ്മൾ പെട്ടെന്ന് തലതിരിച്ചു, ആ മരം അങ്ങ് പോയി. പക്ഷേ സൂര്യനാണ് എന്ത് ചെയ്യും, കൂടുതൽ ദൂരം നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായോ? എന്താണ്, ഡിസ്റ്റൻസ് കൂടുതലാണ് അതിന് കാരണം. സോ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാത്തരം കോൺസെപ്റ്റും റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റി സംബന്ധിക്കുന്ന എല്ലാത്തരം കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. റിലേറ്റീവ് ആംഗുലാർ വെലോസിറ്റിയുടെ കൂടുതൽ ക്വസ്റ്റ്യൻ DPP-യിലുണ്ട്, ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡൗട്ട് സെക്ഷൻ ചോദിക്കുക. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.